ഹലോ നമസ്കാരം. അച്ചൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് എന്താ പറയുക ഗാർഡൻ പണികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇങ്ങനെ വ്യത്യസ്തമായ പണികൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ക്യാമറയും നമ്മുടെ കൂടെ വരുന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ പോകുന്നു നമ്മളുടെ ഗാർഡൻ പണികളും വീഡിയോകളൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് നമ്മളുടെ വണ്ടി വരുമ്പോൾ ഉണ്ടല്ലോ, ഈ നമ്മളുടെ ഈ ബോഗൻ വിലാസം ഇങ്ങനെ വലുതായി വളർന്ന് നിൽക്കുകയാണ്. രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് വലിയ പോട്ടിൽ. അപ്പോൾ അത് അതിൻ്റെ കൊമ്പുകൾ നമ്മുടെ കാറിൽ ഇങ്ങനെ കൂറാം. അപ്പോൾ അതുകൊണ്ടാണ് അത് തിരിച്ചു വെച്ചത്. അപ്പോൾ ഈ വെയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങോട്ടായപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം അതും ഇങ്ങോട്ട് വളർന്നു. അപ്പോൾ അത് കാരണം അത്യാവശ്യം നല്ല ചെടി നല്ല ഉറക്കാം. പിന്നെന്താ നമ്മളുടെ കിളികൾ അതിൻ്റെ ഇടയിൽ അമ്മുവാണ് വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബോറടിച്ചിട്ടാണ് അവൾ എന്നെ മാത്രം ഫോക്കസ് ചെയ്യാണ്ട് മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകൾ നമുക്ക് നമ്മൾ ഒരു ചുമരിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ വെച്ചു. കാരണം എന്താ വെച്ചാൽ കുറേ നാളായി ചേട്ടനാണെങ്കിൽ അതായത് നല്ല കോറൽ വരുന്നുണ്ട്. നമുക്കറിയാം ബോഗൻവില്ലയുടെ ഒന്നാമത് മുള്ളുണ്ട് അതുമേ, പിന്നെ നല്ല ഹാർഡായിട്ടുള്ള ഇതുകളാണ്. അപ്പോൾ കോറിൽ വന്ന് ഇനി അവസാനം അത് പെയിൻറ്റ് ചെയ്യുന്ന സ്ഥിതി വരെ എത്തണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വേഗം ചിലപ്പോൾ ആ ചട്ടികളൂടെ കാണില്ല, അത് കാരണം വേഗം മാറ്റി വെച്ചു. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്ന പണികൾ. പിന്നെ ഉള്ളത് നമ്മളുടെ ഈ എന്താ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ അടിയിലുള്ള ബോഗൻവില്ലാസ് ഉണ്ടല്ലോ, അത് ഒരു 5-6 എണ്ണം മാത്രമാണ് അന്ന് ട്രിം ചെയ്ത് പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ ഇങ്ങോട്ട് അടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴേക്കും ബാക്കിലേക്കും മുളക് നടൽ ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഉണ്ടല്ലോ എല്ലാതും വെട്ടിയിട്ടത് അന്ന് 4-5 എണ്ണത്തിൻ്റെ വെട്ടിയിട്ടതൊക്കെ അവിടെ കിടക്കുക. കുറച്ച് എടുത്ത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് കാണിച്ച പോലെ കട്ടിങ്ങൊക്കെ എടുത്ത് കുത്തി വെച്ചു. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ കിടക്കുക. അപ്പോൾ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് അടിച്ചു വരാം, എല്ലാം വാരിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസമായിട്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാതെ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി ഇല്ലെങ്കിൽ ചീഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് അടിച്ച് കളയാനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയും കൂടെ അടുപ്പിച്ച് നല്ല രീതിയിൽ വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊക്കെ പെട്ടെന്ന് അടിച്ച് വാരി ഇട്ട് കൊണ്ടുപോകാം. നമുക്ക് പുറകിൽ തടം തുറന്നേരെ കടക്കലൊക്കെ കൊണ്ടിടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് വെയിൽ കണ്ടാലാണ് നമ്മളെ ബോഗൻ വില്ലാസിനും ഉഷാറുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെടികൾക്കൊന്നും വളമൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വളമൊക്കെ ഓർഡർ ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി ഇടണം. അതിനി എന്താ പറയുക ഒരു ഫുൾ ഡേ. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഒരു ദിവസം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിത് എല്ലാ പണിയും ഒരുമിച്ച് കുറേ ലിസ്റ്റ് ഉണ്ടല്ലോ ഇത്ര അധികം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഒരു ദിവസം കിട്ടിയ കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾക്ക് സ്ഥിരമായി ചെയ്യണ പണിയല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചെയ്യുമ്പോഴേക്കും ആകെ കിതച്ച് പട്ടിയാവും. അപ്പോൾ പിന്നെ ഒന്ന് വീടിൻ്റെ അകത്ത് കയറി കുറച്ച് വെള്ളം കുടിച്ചാണ്ടല്ല, പിന്നെ ആ ഫാൻ്റെ ചോട്ടിൽ ഇരുന്നാണ്ടല്ല അവിടെ അങ്ങോട്ട് ഇരുന്ന് പോവും. ടി വി ഇട്ടുണ്ടെങ്കിൽ എന്താ പറയുക വേറെ മൊബൈൽ കൈ പിടിച്ചാൽ അതും കഴിഞ്ഞു. പിന്നെ തോണ്ടി അവിടെ ഇരിക്കും. പിന്നെ ആ സമയം മൊത്തം പോവും. പിന്നെ വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ആവണ വരെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാലത്ത് നമ്മളുടെ ഒരു പണി എന്ന് പറയണത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ് അത് കഴിച്ച് വരുമ്പോൾ തന്നെ 10 മണിയാവും. അത് കഴിയുമ്പോഴേക്കും പിന്നെ വെയിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അതും നടക്കില്ല. പിന്നെ ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയമാണ് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ എന്താ കഥകൾ. പിന്നെ നമ്മളിങ്ങനെ പറയണു. ചില ചേച്ചിമാരൊക്കെ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ, അതായത് അവർ ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലിയോ അല്ലെങ്കിൽ മറ്റുള്ള ജോലികളോ കഴിഞ്ഞ് വന്നിട്ട് അത് കഴിഞ്ഞിട്ടും ടെറസ് കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അത് നോക്കൂട്ടാ അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ പിന്നെ നമ്മളത് സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാവും. അപ്പോൾ നമ്മളുടെ ഈ വഴിയിലുള്ള 2 സൈഡിലുള്ള ബോഗൻ വില്ലാസും ഉണ്ട്. അത് മൊത്തം ട്രിം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നന്നായി കട്ടി കുറച്ചുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ആയുധങ്ങളൊക്കെ പിടിച്ച് ഏതാ എളുപ്പം അറ്റുകൊണ്ട് അത് ശരിക്കും പ്രൂണിങ് കട്ടറല്ല, അതെന്തായിരുന്നു ഗ്രാഫ്റ്റിംഗ് കട്ടറ. അപ്പോൾ അതിങ്ങനെ അത്ര സ്പീഡിലോ നമുക്ക് സിസേഴ്സ് പോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാലും കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ അതുകൊണ്ട് ആക്കുകയാണ് നല്ലത്. ഇത് ഈ വലിയ കത്രിക ഉണ്ടല്ലോ അത് കുറച്ച് നമുക്ക് കൈ നന്നായി വേദന എടുക്കുമ്പോൾ രണ്ടും കൂടെ നല്ല പ്രഷറിലാക്കണം. നല്ല അത്ര മൂർച്ച കുറവിൻ്റെ പ്രശ്നം ഉണ്ട്. മൂർച്ച കുറയാൻ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുരുമ്പ് പിടിച്ചു തുടങ്ങി. അപ്പോൾ അത് തുരുമ്പ് കളയണം ആക്ച്വലി, അപ്പോൾ ശരിയാവും. പിന്നെ ഇത് അങ്ങനെ നമ്മളുടെ അവിടുത്തെ അത്യാവശ്യം പണി കഴിഞ്ഞ് ക്ഷീണിച്ച് ബാക്കിൽ കൂടിയാണ് വരുന്നത്. നമ്മളുടെ ഈ കട്ടറും ഇതൊക്കെ വെക്കാനായിട്ട് ബാക്കിൽ വർക്ക് ഏരിയയിലാണ് ഒരു സ്ഥലമുള്ളത്.
അവിടെയാണ് നമ്മൾ സ്ഥിരമായിട്ട് വെക്കണത്. ഇല്ലെങ്കിൽ പിന്നെ നോക്കി കഴിയുമ്പോൾ കിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവച്ചാൽ ഞാൻ തന്നെ ഓടി നടക്കണം അന്വേഷിച്ച്. അപ്പോൾ ഇത് കൊണ്ടുവയ്ക്കാൻ വന്നപ്പോഴാണ് നമ്മളുടെ ചെട്ടിമല്ലിയൊക്കെ ഇങ്ങനെ കുറച്ച് നീണ്ടുണ്ട്, നമ്മളുടെ മുളകാണെങ്കിലും കുറച്ച് നീണ്ടുണ്ട്. ഒരാഴ്ച പോലും ആയിട്ടില്ല. അപ്പോഴേക്കും നല്ല ഉഷാറായി. കാരണം നമ്മളുടെ ആ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, കോഴിയുടെ വേസ്റ്റൊക്കെ ഇട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഇതുകൊണ്ടാണ് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോകുമ്പോൾ ഒന്ന് നുള്ളിയാലാണ് അതിങ്ങനെ കുറച്ചും കൂടെ നല്ല ബുഷിയായിട്ട് വരുള്ളൂ. അപ്പോൾ മോള് ചോദിക്കുന്നത് എന്തിനാ അത് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പോൾ ഞാനത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സൗണ്ടില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയേണ്ട വന്നത്. അപ്പോൾ അങ്ങനെ അവളോട് പറയായിരുന്നു, കൂമ്പ് നുള്ളി കഴിഞ്ഞാലാണ് അതിന് സ്ട്രെസ് അടിക്കും. അപ്പോൾ ഒരു 2-3 മുളകളൊക്കെ അപ്പോൾ അവിടെ നിന്ന് പൊട്ടും. അപ്പോൾ എന്താ പറയുക, ഒരു കൂമ്പിൽ പൂവുണ്ടാവുന്നതിന് പകരം 3-4 കൂമ്പിലൊക്കെ നമുക്ക് പൂ കിട്ടും എന്നൊക്കെ പറഞ്ഞുള്ള മനസ്സിലാക്കി കൊടുക്കുകയാണ്. സയൻസുകാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങിയാലാണല്ലോ എന്താ പറയുക, ചെടി ഏതാ മണ്ണ് ഏതാന്നൊക്കെ അറിയുള്ളൂ. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാവരും മൊബൈലും, ഒരു കാര്യം അറിയില്ല കുട്ടികൾക്ക്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നമ്മളുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്. നമ്മളും അവരെ ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ആയിരിക്കണത്. എന്തോ ആട്ടെ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത സെക്ഷൻ പക്ഷേ എന്താ അറിയോ, ഇപ്രാവശ്യം ഈ ഉണ്ടായതിൽ മുഴുവൻ, അത് ചേച്ചിയുടെ മോനാട്ടാ, മുഴുവൻ ഉറുമ്പ് നന്നായി പിടിച്ചു കണ്ട. അത് ഫുൾ ഉറുമ്പാണ്. ആ വെള്ളം ചെയ്ത് മഴയായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വെള്ളം കയറിയിട്ട് വിണ്ടു. ആ വിണ്ടയിൽ മൊത്തം ഉറുമ്പുകൾ ഇങ്ങനെ കയറിയിരിക്കുക കൂട് കൂട്ടിയിട്ട്. അപ്പോൾ അത് കാരണം വിണ്ടത് അവിടെ തന്നെ നിർത്തി. അവർ തന്നെ ബാക്കി കഴിക്കട്ടെ, ബാക്കിയുള്ളതൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പം ഇനി എന്താ അടുത്ത വീഡിയോയിലെന്ന് പറയുന്നത് നമ്മളുടെ വളരുന്ന വീഡിയോ ആണ്. അത് കാണാം കേട്ടോ.